നമ്മുടെ കേരളത്തിൽ മക്കുവള്ളി എന്ന പേരുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് വില്ലേജ് ഉള്ള കാര്യം എത്ര പേർക്കറിയാം? വില്ലേജ് ബ്യൂട്ടിഫുൾ ആണെങ്കിലും അങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഒരുപാട് മലയും കുന്നും ഓഫ് റോഡായിട്ടുള്ള വഴികളും കാടും എല്ലാം താണ്ടി വേണം നമ്മൾ ആ വില്ലേജിലേക്ക് എത്താനായിട്ട്. കാരണം കാടിന് നടുവിൽ കൃഷിയെല്ലാം ചെയ്ത് ജീവിക്കുന്ന വളരെ ചുരുക്കം ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജാണ് ഞാൻ പറഞ്ഞ മക്കുവള്ളി. അവിടെ എത്തിയപ്പോൾ എന്തുകൊണ്ട് ഇത്രയും വൈകി ഇവിടെ വരാനെന്ന് തോന്നിപ്പിച്ചൊരു സ്ഥലം. നമ്മളൊരു വൺ ഡേ ഡെസ്റ്റിനേഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൺസൂണിന് പോകാനായിട്ട് പറ്റിയ അടിപൊളി ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് ഈ മഴക്കാലം എല്ലാം തുടങ്ങി നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നല്ല പച്ചപ്പും ഹരിതാഭയും അതുപോലെ തന്നെ മഴയുടെ കുറേ നല്ല വിഷ്വൽസ് നമുക്ക് കിട്ടും. നമ്മൾ ഈ കാണുന്നത് മൂവാറ്റുപുഴ ജംഗ്ഷനാണ്. അവിടെ നിന്ന് നമ്മൾ തൊടുപുഴ റൂട്ടിൽ പോയി വണ്ണപ്പുറം എല്ലാം ചെന്നിട്ട് വേണം നമുക്ക് ഈ മക്കുവള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട്. പോകുന്ന വഴിക്ക് ഇതുപോലെ തന്നെ റബ്ബർ തോട്ടങ്ങളും കാടുകളും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. മഴക്കാലം തുടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ റോഡും അതിൻ്റെ സൈഡിലുള്ള പച്ചപ്പൊക്കെ ആയിട്ടുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ഒക്കെ ഉണ്ടല്ലേ. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ നല്ല കുന്നുള്ള ഏരിയയിലൊക്കെ നല്ല രീതിയിൽ കോടയുണ്ട്. ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ കാടിനകത്തേക്ക് കയറി. ഇനി കാടിനകത്തൂടെ കുറേ ദൂരം ഇങ്ങനെ വണ്ടി ഓടിച്ച് വേണം നമുക്ക് വെൺമണി എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് എത്താനായിട്ട്. വെൺമണിയിൽ ചെന്ന് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ മക്കുവള്ളിയിലേക്ക് പോകുന്നത്. ഈ പോകുന്ന വഴിയിലൊക്കെ മിക്ക സ്ഥലങ്ങളിലും ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമാണെന്നുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. പകൽ ഇവിടെ ആനകളെ കാണാനായിട്ട് ചാൻസ് ഇല്ലെങ്കിലും രാത്രി സമയത്താണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ആനകളെ സ്പോട്ട് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും കുറച്ചങ്ങോട്ട് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കാടിൻ്റെ ആ ഒരു ആംബിയൻസ് നല്ല രീതിയിൽ മാറി നല്ല തിക്ക് ഫോറസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ആ കാടിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലേ, ഈ റോഡും അതുപോലെ തന്നെ സൈഡിൽ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന ഈ ഒരു കാടും കാണാനായിട്ട് എന്താല്ലേ ഭംഗി. ശരിക്ക് ഈ മഴക്കാലത്തുള്ള ഫോറസ്റ്റ് ഡ്രൈവൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ്. നമ്മൾ മക്കുവള്ളി പോകുമ്പോൾ ഉള്ള ആ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടു പോകാമെന്നുള്ളതാണ്. മക്കുവള്ളി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വില്ലേജ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകളൊന്നും നമുക്കവിടെ കാണാനായിട്ടില്ല. അങ്ങനെയാണെങ്കിലും നല്ല ഓഫ് റോഡ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ഡ്രൈവും അതുപോലെ പുതിയ ഒരു കാട്ടിലെ കാഴ്ചകളും അങ്ങനെ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുമൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റിയൊരു അടിപൊളി റൂട്ട് തന്നെയാണ് മക്കുവള്ളി റൂട്ട്. അങ്ങനെ നമ്മൾ കാട്ടിലെ ആ ഒരു ഏരിയ എല്ലാം ഓടി തീർത്ത് നേരെ വെൺമണി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ആൾതാമസമൊക്കെ ഉള്ള ഏരിയ ആണെങ്കിലും അധികം വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പീസ്ഫുള്ളായിട്ട് നമുക്ക് വണ്ടി ഓടിച്ച് ഈ ഫോറസ്റ്റ് ഡ്രൈവ് എല്ലാം എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്ക് വണ്ടി ഓടിച്ച് ചെല്ലും തോറും ചെറിയ രീതിയിൽ കോടയൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏകദേശം മെയ് എൻഡോട് കൂടിയാണ് ഞാനിവിടെ ചെന്നത്. നമ്മളിപ്പോൾ ഒരു ജൂണിലോ അല്ലെങ്കിൽ ജൂലൈ സ്റ്റാർട്ടിങ്ങിലൊക്കെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മഴ നല്ല കടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പോകുന്ന വഴിയിൽ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് നല്ലപോലെ കോട കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ നേരെ കാണുന്ന ആ മലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കോട വന്ന് കംപ്ലീറ്റ് ആയിട്ട് മൂടി നിൽക്കുന്നുണ്ടല്ലേ. നമ്മൾ ആ കാണുന്ന മലയെല്ലാം കയറി വേണം നമ്മൾ മക്കുവള്ളി എന്ന് പറയുന്ന ആ ഒരു വില്ലേജിലേക്ക് എത്താനായിട്ട്. എന്തായാലും പോകുന്ന വഴിക്ക് ഇതുപോലെ കോടയും മലയും മഴയും ഇതുപോലെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സോളോ ഡ്രൈവ് ആയിട്ട് പോലും ഒട്ടും തന്നെ മടുപ്പ് തോന്നിയില്ല.
നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ചെറിയ പാലമാണ്. അതിന് താഴെ ഈ ഒരു അരുവി ഒഴുകി വരുന്ന കാഴ്ച കാണാനായിട്ട് എന്താല്ലേ ഭംഗി. ശരിക്കും പറഞ്ഞാൽ ഫോറസ്റ്റ് ഡ്രൈവ് എല്ലാം പോകുന്ന ടൈമിൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന തെങ്ങ് കണ്ടില്ലേ? ഈ തെങ്ങിൻ്റെ തൊട്ടുപുറകിലായിട്ട് അടിപൊളി മലയുണ്ട്. പക്ഷെ നല്ല രീതിയിൽ കോട വന്ന് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മല കാണാനായിട്ട് പറ്റുന്നില്ല. ആ കാണുന്ന മല കയറി അപ്പുറം ചെന്നാലാണ് നമുക്ക് മക്കുവള്ളി എത്താനായിട്ട് പറ്റും. എന്തായാലും അരുവിയിലെ കാഴ്ചകളൊക്കെ കുറച്ച് നേരം നിന്ന് കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലുള്ള ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. എവിടെ നോക്കിക്കഴിഞ്ഞാലും കോടയും മഞ്ഞും മഴയും മലയും എന്ന് വേണ്ട നമ്മുടെ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്കാനായിട്ട് വേണ്ട എല്ലാ എലമെൻസും ഇവിടെയുണ്ട്. നമ്മൾ ഈ കാണുന്ന സ്ഥലമാണ് വെൺമണി. ഇവിടെ നിന്ന് ഇനി വലത്തോട്ട് തിരിഞ്ഞ് വേണം നമുക്ക് മക്കുവള്ളി പോകാനായിട്ട്. അപ്പോൾ മക്കുവള്ളി പോകുന്ന വഴിക്ക് നമുക്ക് ലാസ്റ്റുള്ളൊരു ചെറിയ ടൗൺ എന്ന് പറയുന്നത് വെൺമണിയാണ്. ഈ ഭാഗം തൊട്ട് നമ്മുടെ റോഡ് വളരെയധികം നാരോ ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരികയാണെങ്കിൽ പോലും നമുക്ക് ഒതുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്ത് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ടെങ്കിലും കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞ് നമ്മൾ ഫോറസ്റ്റ് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ വില്ലേജ് എത്തുന്നത് വരെ നമുക്ക് വഴി ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ പോലും ഒരാൾ പോലും ഉണ്ടാവില്ല. ഇനി ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ മക്കുവള്ളി പോകാനായിട്ട് പോകുന്നത്. ഇത്രയും നേരം നമ്മൾ വന്ന റോഡ് ഇത്രയും നാരോ ആയിരുന്നെങ്കിൽ ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന റോഡ് കുറച്ചുകൂടി നാരോ ആണ്. അതുപോലെ തന്നെ റോഡിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. ഇനി മക്കുവള്ളിക്ക് പോകാനായിട്ട് ഈ കാണുന്നൊരു തിരിവുകൂടിയുണ്ട്. ഈ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ഈ കാണുന്ന കോൺക്രീറ്റ് വഴിയിലൂടെയാണ് നമ്മൾ മക്കുവള്ളിക്ക് പോകുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മക്കുവള്ളിയിലെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങാം. കാരണം മക്കുവള്ളിയിലേക്ക് ഇനി വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ചെറിയ ദൂരം എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ ദൂരമല്ല, എന്നാലും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഭാഗത്ത് നിന്ന് നമ്മുടെ റോഡ് ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നതെല്ലാം ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് റോഡ് ആയിട്ടുള്ള വഴികളും അതുപോലെ തന്നെ ചില ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വഴികളുമാണ്. നമ്മൾ കാടിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ അടിപൊളി ഓഫ് റോഡ് വഴിയാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഇല്ലാത്ത വണ്ടിയൊക്കെ ആയിട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അടിയെല്ലാം ഇടിച്ച് ആകെ പ്രശ്നമാകുന്നുള്ളത് കൺഫേം ആണ്. ഈ കാണുന്നൊരു കയറ്റം കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് ഇനി ഫോറസ്റ്റിനകത്തേക്കാണ്. ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് പണിയൊന്നും വലിയ കാര്യമായിട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന രീതിയിലുള്ള ഓഫ് റോഡ് വഴിയിലൂടെ വേണം നമുക്ക് ഇനി കാറായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. നമ്മൾ ഈ ക്യാമറയിൽ കാണുമ്പോഴേക്കും അത്ര ഓഫ് റോഡായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ ഓഫ് റോഡായിട്ടുള്ള വഴികൾ തന്നെയായിരുന്നു ഇതിലേ ഉള്ളത്. ഓഫ് റോഡ് മാത്രമല്ല, നല്ല കയറ്റമായിട്ടുള്ള വഴികളൊക്കെ ആയതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടയർ ഇങ്ങനെ കിടന്ന് കറങ്ങി കളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുവിധം ഓഫ് റോഡെല്ലാം ഓടിക്കാൻ അറിയാവുന്ന ആളുകൾ മാത്രം ഈ ഒരു വഴി വരുന്നതായിരിക്കും നല്ലത്. ഓഫ് റോഡിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഓഫ് റോഡൊന്നും ശരിക്കും പറഞ്ഞ ഒരു ഓഫ് റോഡല്ല. കാരണം അടിപൊളി ഒരു ഓഫ് റോഡ്. ശരിക്കും പറഞ്ഞാൽ ജീപ്പും പിക്കപ്പും ഒക്കെ മാത്രം പോകുന്നൊരു വഴിയിലൂടെ ഞാൻ നമ്മുടെ ഇതേ കാറ് കൊണ്ട് തന്നെ വളരെ റിസ്ക് എടുത്ത് കയറി നേരെ മലയുടെ മുകളിലെത്തിയായിരുന്നു. അതിൻ്റെ വീഡിയോ പുറകെ വരാനായിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ ആർക്കും അധികം അറിയാത്ത ഒരു ഫോറസ്റ്റ് റോഡും അതുപോലെ ഒരു ഫോറസ്റ്റ് വില്ലേജുമാണ്. അങ്ങോട്ടേക്ക് അത്ര ഈസി ആയിട്ടൊന്നും നമുക്ക് എൻട്രി കിട്ടില്ല. അതിന് കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങളൊരു ഫോറസ്റ്റ് ലവറോ അല്ലെങ്കിൽ ഓഫ് റോഡ് ലവറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഡെഫിനറ്റ്ലി മിസ് ചെയ്യരുത്. കാരണം അടിപൊളി ലൊക്കേഷനാണ്. ശരിക്കും പറഞ്ഞാൽ റോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് നല്ല ഓഫ് റോഡായിട്ടുള്ള വഴിയും കയറ്റമൊക്കെ ആയിട്ട് അടിപൊളി ഒരു റൂട്ട് തന്നെയായിരുന്നു. ആ വഴി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹൈവേ തന്നെയാണ്.
എന്തായാലും നമ്മുടെ കാറിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയും അതുപോലെ എൻ്റെ ഡ്രൈവിംഗ് സ്കില്ലും എല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നൊരു വഴിയാണ് ഇനി വരാനിരിക്കുന്ന വീഡിയോ. അപ്പോൾ എന്തായാലും അധികം താമസിയാതെ തന്നെ ആ വീഡിയോ പുറകെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരുവിധം നമ്മുടെ മക്കുവള്ളി വില്ലേജിലേക്കുള്ള ആ ഒരു വഴിയുടെ മലയുടെ ടോപ്പിലുള്ള ഏരിയയിലേക്ക് എത്തി. എങ്ങനെയുണ്ട് ഈ കാണുന്നൊരു വഴി? നല്ല അടിപൊളി ആംബിയൻസ് അല്ലേ? ഇതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ എല്ലാ വഴികളും. നമ്മൾ ഈ കാണുന്ന റൂട്ടിൽ ശരിക്കും നമ്മൾ നേരിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് അതൊന്ന് വേറെ തന്നെയാണ്. കാരണം ക്യാമറയിലൂടെ നമുക്കത് എത്ര കാണിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ആ കാണുന്ന വഴി കഴിഞ്ഞ് നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് ചെല്ലുമ്പോഴേക്കും ഈ കാണുന്നൊരു ചെറിയ ഇറക്കത്തിലേക്ക് എത്തും. ഇവിടെ നമുക്ക് ഇറക്കം തുടങ്ങുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ ഞാനൊന്ന് കാണിച്ചു തരട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നില്ലേ ഒരു അടിപൊളി സ്ഥലത്താണ്. സംഭവം അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, പോകുന്ന വഴിയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്റർ 2.5 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കാടിന് നടുക്കുള്ള ഒരു അടിപൊളി ഗ്രാമത്തിലേക്കാണ് ചെല്ലുന്നത്. അതായത് ചുറ്റിനും കാടാണ്, ആ കാടിൻ്റെ നടുക്ക് ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോഴേക്കും വയലുകളും അതായത് പാടങ്ങളെല്ലാം നമുക്ക് കാണാനും പറ്റും. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ചെറിയ വ്യൂ പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ താഴെയായിട്ട് കണ്ടല്ലേ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് നോക്കുമ്പോഴേക്കും നേരെ താഴെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മളൊരു പാടം പോലെ കാണുന്നില്ലേ, അതെല്ലാം ഇവിടുത്തെ കൃഷി സ്ഥലങ്ങളാണ്. ഈ കാണുന്ന വഴി കണ്ടില്ലേ, ഇതിലൂടെയാണ് നമ്മൾ വന്നത്. വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലൻ ആംബിയൻസ് ആണ്. കാരണം നല്ലൊരു തിക്ക് ഫോറസ്റ്റിലൂടെ നമ്മൾ പോകുന്നത് എങ്ങനെ ഇരിക്കും അത് തന്നെയാണ് ഫീല്. ശരിക്കും ഇങ്ങോട്ടേക്കുള്ള വഴി എന്ന് പറയുന്നത് നല്ലൊരു ഫോറസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഈ ഒരു റൂട്ട് ചൂസ് ചെയ്തത്. അപ്പോൾ മക്കുവള്ളി എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിലേക്ക് ജസ്റ്റ് സോളോ ഒന്ന് അടിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. കാരണം ഈ ഒരു റൂട്ടിലേക്കുള്ള ആ ഒരു വഴിയൊക്കെ കണ്ടപ്പോഴേക്കും ഞാൻ ശരിക്കും പറഞ്ഞ ഫ്ലാറ്റായി. കാരണം കിഡിലൻ റോഡാണ്. കിഡിലൻ റോഡെന്ന് ഉദ്ദേശിക്കുന്നത് നല്ല കണ്ടീഷനായിട്ടുള്ള വഴിയല്ല, നല്ല അടിപൊളി ഓഫ് റോഡാണ്, പിന്നെ കാട്ടിലൂടെയുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ വൈബുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ താഴെ ആ കാണുന്ന ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ വ്യൂ പോയിന്റിൽ നിന്ന് കുറച്ച് നേരം കാഴ്ചകളൊക്കെ കണ്ട് കാറ്റെല്ലാം കൊണ്ട് നമ്മൾ നേരെ മക്കുവള്ളിയിലേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം കൂടി നമുക്കിതുപോലെ ചെറിയ രീതിയിൽ ഓഫ് റോഡായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ താഴേക്കുള്ള ഇറക്കം തുടങ്ങുന്ന ആ ഒരു ഏരിയയിൽ ഇതുപോലെ ചെറിയ രീതിയിലൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്ക സ്ഥലങ്ങളിലും മഴയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കണം കോൺക്രീറ്റൊക്കെ ചെറിയ രീതിയിൽ പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗത്ത് എന്തായാലും കോൺക്രീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ട് പോകാനായിട്ട് പറ്റില്ല. കാരണം അത്രയും സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങളാണ്. നമ്മൾ ക്യാമറയിലൂടെ കാണുമ്പോൾ അത്ര സ്റ്റീപ്പായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും നല്ല രീതിയിലുള്ള ഇറക്കങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ കടന്നു വന്ന ആ ടൈപ്പ് ഓഫ് റോഡ് ആയിട്ടുള്ള വഴി ആയിരുന്നെങ്കിൽ ഈ റൂട്ടിൽ നമ്മൾ തിരിച്ച് കയറാനായിട്ട് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ഈ റൂട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് ഈ കാണുന്നൊരു കോൺക്രീറ്റ് റോഡും 2 സൈഡിലും മരങ്ങൾ നിൽക്കുന്ന ഈ ഒരു കാഴ്ചയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം മാമലക്കണ്ടം. കാരണം മാമലക്കണ്ടത്ത് ഇതുപോലെ ഞാൻ ആദ്യമായിട്ട് പോകുന്ന ആ ഒരു ടൈമിൽ ഇതേപോലെ തന്നെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയ ആയിരുന്നു. അധികം വികസനമൊന്നും വരാതെ കടകളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു സ്ഥലം. അതുപോലൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു മക്കുവള്ളി. നമ്മൾ ഈ കാണുന്ന ആളുകളൊക്കെ ഇവിടെ തൊഴിലുറപ്പ് പോലുള്ള ചെറിയ ചെറിയ ജോലികൾക്കൊക്കെ ആയിട്ട് പോകുന്നതാണ്. എന്തായാലും കുറച്ച് നാളുകൾക്ക് ശേഷം ഈ മക്കുവള്ളിയും നമ്മുടെ മാമലക്കണ്ടം പോലെ തന്നെ അത്യാവശ്യം ആളുകൾക്ക് ജോലിയെല്ലാം കിട്ടുന്ന രീതിയിൽ കുറേ വികസനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നൊരു സ്ഥലമായി മാറട്ടെ. അതിന് ഇവിടേക്ക് ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുകളായിട്ട് വരണം. ഇവിടെയുള്ള ആളുകൾക്ക് അവരിലൂടെ ഉപജീവന മാർഗവും കിട്ടണം. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ താമസിക്കുന്ന ആളുകളുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും ചേഞ്ച് ആവും. എന്തായാലും ഇത്തവണത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ എൻ്റെ മനസ്സിൽ ഞാൻ ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആകണം. അതിലൂടെ ഒരുപാട് ആളുകൾ ഈ ഭാഗത്തേക്ക് വരാനും ഇവർക്ക് ഒരുപാട് ഫെസിലിറ്റീസ് കിട്ടാനും പിന്നെ ഉപജീവന മാർഗവും അതുപോലെ ഇവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ്ലി ചേഞ്ചായി ഈ ഒരു സ്ഥലവും നല്ല രീതിയിൽ ഡെവലപ്പ് ആവുകയും വേണം. ഞാൻ വേറെ വീഡിയോയിലൊന്നും അങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഈ വീഡിയോയുടെ താഴെ മെൻഷൻ ചെയ്തേക്കണം. കാരണം വീഡിയോ റീച്ച് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ പോകുന്ന റോഡല്ലാതെ സൈഡിൽ നമ്മൾ മിക്ക ഭാഗങ്ങളിലും കാണുന്നത് കാടാണ്.
അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് എവിടെ ഇറങ്ങി നിൽക്കാനോ കാടിനകത്തേക്ക് കയറാനോ ഒന്നും ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ഇങ്ങോട്ടേക്ക് ആരെങ്കിലും പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ റെസ്പോൺസീവായിട്ട് മാത്രം പോയി വരിക. വേസ്റ്റ് ഒന്നും അവിടെ ഇടാതെ, അവിടെയുള്ള ആളുകളെ ഡിസ്റ്റർബ് ചെയ്യാതെ, അവരുടെ ആ ഒരു സ്വൈരജീവിതം ഒന്നും തടസ്സപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ പോയി വരാനായിട്ട്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട മറ്റൊരു ചെറിയ അരുവിയാണ്. നമ്മുടെ വില്ലേജ് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ചെറിയ കലുങ്കുണ്ട്. ആ കലുങ്ങിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ 2 സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ അരുവിയുടെ കാഴ്ച കാണാനായിട്ട് പറ്റും. വളരെ ചെറിയൊരു അരുവിയാണെങ്കിൽ പോലും എന്ത് ഭംഗിയായിട്ടാണല്ലേ അത് ഒഴുകി പോകുന്നത്. ഞാനിപ്പോൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഇവിടെ ഒരു തോട്ടത്തിനകത്തുള്ള ഒരു ചെറിയ വീട്ടിലേക്കാണ്. നമ്മൾ ആ അരുവിയുടെ കാഴ്ചകളൊക്കെ കണ്ടു തന്ന ടൈമിൽ നമ്മുടെ തൊട്ടു മുമ്പ് പോകുന്ന ഒരു ചേട്ടനെ കണ്ടായിരുന്നു. ആള് അവിടെ പറമ്പിൽ കൊക്കോ എല്ലാം പറിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കൊക്കോ മേടിക്കാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ആളുടെ ഒപ്പം നേരെ വീട്ടിലേക്ക് വന്നതാണ്. കൊക്കോ നമ്മൾ പഴുത്തതെടുത്ത് കഴിക്കാറുണ്ടെങ്കിലും ഇത് കൂടുതൽ മേടിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഇല്ല. എന്നാലും ഇവരുടെ ഉപജീവന മാർഗമായിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് കുറച്ച് കൊക്കോ വാങ്ങിയേക്കാം എന്ന് വിചാരിച്ച് നേരെ ചെന്നാണ്. ചേട്ടൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല കേട്ടോ, ഞാനായിട്ട് ചോദിച്ചതാണ്. നമ്മൾ ചേട്ടനെ വഴിയിൽ വെച്ച് കണ്ട കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഇതേ കൊക്കോ വാങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ആ ചേട്ടൻ ഇപ്പോൾ എത്ര ആളായി ഇവിടെ? ഇവിടെ 40 കൊല്ലായി. ജോയി ചേട്ടൻ ഇവിടെ കൃഷി മെയിനായിട്ട് എന്തൊക്കെ ചെയ്യുന്നത്? ഇത് റബ്ബർ ഉണ്ടായിരുന്നു, വെട്ടിയതാ. പിന്നെ കൊക്കോ, ഏലം, കുടി, കാപ്പി. ഇവിടെ എല്ലാവരും അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാവരും. പിന്നെ എനിക്ക് തോന്നുന്നു മാവ് ഉൾപ്പെടെ എല്ലാ മരങ്ങളും ഉണ്ടല്ലേ? ഇവിടെ 100 കിലോനും വീട് ഉണ്ടായിരുന്നു. ഇപ്പം ഒരു 80 ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ടൗൺ മേലേക്കൊക്കെ സ്ഥലം മാറിപ്പോയി. ചെറിയ ആശുപത്രി അങ്ങനെ കഞ്ഞിക്കുഴി പോകും ടൗണിൽ. ഇവിടുന്ന് എത്ര ദൂരം? അവിടുന്ന് 7 കിലോമീറ്റർ. അല്ലെങ്കിൽ പിന്നെ തൊടുപുഴ, എറണാകുളമൊക്കെ പോകുന്നുണ്ട് ചിലപ്പോൾ. വലിയ സീരീസൊക്കെയാണ്. കോലഞ്ചേരി, എറണാകുളം അങ്ങനെയൊക്കെ പോകും. കടകളും സ്കൂളൊക്കെ? സ്കൂൾ ഇവിടെ ഉണ്ടായിരുന്നോ, നിർത്തിപ്പോയി. ആള് കുറവായോണ്ടായിരിക്കും അല്ലേ? പിള്ളേർ കുറവാണ്. 4ാം ക്ലാസ് വരെ ഉണ്ടാവും. നിർത്തിപ്പോയി. കടകൾ എന്തൊക്കെയുള്ളത്? കട ഇപ്പം ചായക്കടയുണ്ട്, 2 പലചരക്കടയുണ്ട് ഇവിടെ. അത് എപ്പോഴും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. കാലത്തെ അടയ്ക്കും. ഒരു 10 മണിയാകുമ്പോൾ അടയ്ക്കും. ഇപ്പം അടച്ച് കാണും. പണിക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും അല്ലേ? അല്ല, അത് അതിനുള്ള കച്ചവടം ഉള്ളൂ. വൈകുന്നേരം തുറക്കും 4 മണിക്ക്. അതൊരു 7 അന്നേരം അടയ്ക്കും. നമ്മൾ കൊക്കോ മേടിക്കാനായിട്ട് പോയിട്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് റോട്ടിലേക്ക് നടക്കും കേട്ടോ. ഇത്തിരി സ്പീഡിൽ ഇറങ്ങണം. എന്ന് വെച്ചാലേ അട്ട നല്ലപോലെ ഉണ്ട്. മഴ പെയ്ത് തുടങ്ങിയ ഒരു ടൈം ആയതുകൊണ്ട് അയ്യോ തലയിലൊരു കൊക്കോ നിരിച്ച സീനാണ്ട്. ഇതിലെ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്. ഇതുണ്ടല്ലേ, ചെറിയ പോസ്റ്റ് വെച്ചിട്ടുള്ള പാലമൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പുല്ലിൻ്റെ സൈഡിൽ കൂടിയൊക്കെ വേണം നടന്നു പോകാനായിട്ട്. അതുപോലെ പോകുന്ന വഴിയുടെ സൈഡിലായിട്ടൊരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. മീനൊന്നും കണ്ടില്ല, മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. ഒരു തിരക്കില്ല എന്ന് പറഞ്ഞാൽ വണ്ടികൾ വളരെ കുറവ്, ആളുകൾ വളരെ കുറവ്, വളരെ കാമൻ ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസ്. പിന്നെ ഇവിടുത്തെ ആളുകളാണെങ്കിലും ഭയങ്കര സൈലൻ്റാണ്. സൈലൻറ്റ് മീൻസ് എന്താ പറയുക, ഒരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആൾക്കാരാണ്. അത് കാരണം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആവും കേട്ടോ. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിനി വില്ലേജൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ 2 സൈഡിലും ഇതുപോലെ റബ്ബറും അതിനിടയിൽ ഏലകൃഷി ചെയ്യുന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. ഈ റോഡ് നമ്മൾ നേരെ അങ്ങ് ചെല്ലുന്നത് ഒരു വയലിലേക്കാണ്. ഇവരിവിടെ കൃഷിയെല്ലാം ചെയ്യുന്നൊരു വയലാണ്. അതിൻ്റെ ബാക്കിലായിട്ട് വലിയൊരു മലയും നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ റൈറ്റ് സൈഡിലേക്ക് കാണുന്ന റോഡിലൂടെ പോയാലാണ് നമുക്ക് ഈ വില്ലേജ് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ആ വഴി പോയിട്ട് വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റൊരു വഴി പോയി നമുക്ക് പരമാവധി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയി കവർ ചെയ്യുക എന്നുള്ളതാണ് പ്ലാൻ. ഇവിടുത്തെ ഈ ഒരു വ്യൂ കണ്ടില്ലേ, നല്ല ഭംഗിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു കോട കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ആ ഒരു കാഴ്ചയുടെ ഭംഗി ഒന്നുകൂടി കൂടിയേനെ. എന്തായാലും കുറച്ചു നേരം നിന്ന് ഈ പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന ഈ ചെറിയ ഓഫ് റോഡ് ആയിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതിലൂടെ നമുക്ക് വില്ലേജിൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് വില്ലേജ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റില്ല. നല്ല രീതിയിൽ ചെളിയും ഓഫ് റോഡായിട്ട് കിടക്കുന്ന വഴി ആയതുകൊണ്ട് തന്നെ നമുക്ക് കാറായിട്ട് കയറി പോകാമെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ഇതുപോലെ ഓപ്പോസിറ്റ് 2-3 സ്ഥലത്ത് വെച്ച് ജീപ്പും പിക്കപ്പ് വാനൊക്കെ വന്നെങ്കിലും യാതൊരു ഈഗോയും കാണിക്കാതെ വണ്ടി ഒരുപാട് ദൂരം റിവേഴ്സ് കൊണ്ടുപോയി. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്രയും ദൂരം കാറിൽ കയറി വന്നല്ലോ എന്നുള്ള ആ ഒരു റെസ്പെക്റ്റ് ആയിരുന്നു.
അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നെക്സ്റ്റ് വണ്ടി. ഇവിടെയും കഥയിൽ ചേഞ്ച് ഒന്നുമില്ല. ആള് തന്നെ കുറേ ദൂരം റിവേഴ്സ് പോയി വണ്ടി ഒതുക്കി തന്നു. ഇവിടുത്തെ റോഡുകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. കാരണം അധികം വീതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് ഒരു വണ്ടി എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ദൂരം റിവേഴ്സ് പോയിട്ട് വേണ്ടി വരും സൈഡ് കൊടുക്കാനായിട്ട്. നമുക്കെന്തായാലും ഈ റൂട്ടിൽ നേരെ പോയി പരമാവധി ഇവിടെ കാണാൻ പറ്റുന്ന വഴികളും സ്ഥലങ്ങളും എല്ലാം കണ്ടിട്ട് വരാം. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട മറ്റൊരു പാടമാണ്. ഈ പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരുപാട് ചെറിയ കുരുവികൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ കുരുവികളെ പല സ്ഥലങ്ങളിലും നമ്മൾ ഒന്നും രണ്ടും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയും കുരുവികൾ ഒരുമിച്ചിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ മഴയും ചെറുതായിട്ട് പൊടിയുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ മഴത്തുള്ളികൾ വീഴുന്ന കാഴ്ചയും നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇവരിങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കാഴ്ചയും ഈ ഒരു ഫ്രെയിമും എല്ലാം കാണാനായിട്ട് ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ കുരുവികളുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഈ വില്ലേജിലെ പോകാൻ പറ്റുന്ന അത്രയും വഴികളൊക്കെ കവർ ചെയ്യാനായിട്ടുള്ള പ്ലാനാണ്. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ പല സ്ഥലങ്ങളിലും ഒരുപാട് പഴയ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ മിക്കതും ഇതുപോലെ തന്നെ പൊളിഞ്ഞു വീഴാറായ അവസ്ഥയൊക്കെയാണ്. മിക്കവാറും ഇതെല്ലാം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ വീടുകൾ തന്നെയായിരിക്കും. വീടുകൾ മാത്രമല്ല, ഇതേപോലുള്ള അമ്പലങ്ങളും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാം. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്ഥലങ്ങളിലേക്കൊന്നും ഇത്തവണത്തെ ഈ ഒരു യാത്രയിൽ പോകാനായിട്ട് പറ്റിയില്ല. എന്നാലും നമ്മൾ പോകാൻ പറ്റുന്ന എല്ലാ റൂട്ടിലും കയറി അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കണ്ടതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എന്തായാലും ഇത്രയും നാൾ പോകാതിരുന്ന ഒരു കാടും അതുപോലെ കാണാതിരുന്നൊരു നാടും അതാണ് ഈ മക്കുവള്ളി. അപ്പോൾ മക്കുവള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.